പള്ളികൾക്കിടയിൽ ഇല്ലാത്ത വിഗ്രഹങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം മറക്കാൻ പാടില്ലാത്ത ചില ചരിത്ര സത്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രപ്രവേശനത്തിനായി നടന്ന സമരങ്ങൾ. അന്ന് ക്ഷേത്രത്തിലേക്കെന്നല്ല, ക്ഷേത്രത്തിനടുത്തുള്ള റോഡിൽ പോലും പ്രവേശിക്കാൻ അവകാശമില്ലാതിരുന്ന ജനവിഭാഗങ്ങളെ കൂട്ടുപിടിച്ചാണ് സംഘപരിവാർ ഇപ്പോൾ പള്ളികൾക്കെതിരെ നീങ്ങുന്നതെന്നിരിക്കെ പ്രത്യേകിച്ചും നാം ആ കാര്യങ്ങൾ സമൂഹത്തെ ഓർമ്മിപ്പിച്ചേ പറ്റൂ. രാജ്യത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരും പങ്കാളികളായവരും സാക്ഷികളായവരും മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെറും 7 പതിറ്റാണ്ടിനപ്പുറമുള്ള തൊട്ടുകൂടായ്മയുടെയും തീണ്ടികൂടായ്മയുടെയും കഥകൾ നാം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത്തരത്തിലൊരു സമരത്തിന് നേതൃത്വം നൽകിയ ഒരാളായിരുന്നു ഇന്നലെ നമ്മെ വിട്ടുപിരിഞ്ഞ തൃപ്പൂണിത്തറ കോട്ടപ്പുറത്ത് കെ കൃഷ്ണൻ. തൃപ്പൂണിത്തറ ബോയ്സ് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പിന്നാലെ സഹപാഠികളായ പത്മനാശൻ, കുഞ്ഞപ്പൻ, തങ്കപ്പൻ എന്നിവരോടൊപ്പം കൃഷ്ണൻ തൃപ്പൂണിത്തറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ മാത്രമല്ല, തൃപ്പൂണിത്തറയിലെ സ്റ്റാച്യു ജംഗ്ഷനിൽ പോലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 1947 ഈ പാവങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ലെന്നത് ഈ തരുണത്തിൽ നാം ഓർക്കണം. 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെങ്കിൽ കൊച്ചിക്കാർക്കതിന് 1947 ഡിസംബർ വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ വിളംബരത്തിൽ നിന്ന് പക്ഷേ പൂർണ്ണത്രയീശ ക്ഷേത്രത്തെ ഒഴിവാക്കിയിരുന്നു. അന്ന് കിഴക്കേക്കോട്ടയിലെ സ്കൂളുകളിലേക്കുള്ള വഴികൾ ഉപയോഗിക്കാൻ പോലും ദളിതർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് പിൻവശത്ത് കോട്ടപ്പുറത്താണ് താമസിച്ചിരുന്നതെങ്കിലും കൃഷ്ണൻ ഉൾപ്പെടെയുള്ള കുട്ടികളെല്ലാം സ്കൂളിൽ പോയിരുന്നത് മറ്റു വഴികളിലൂടെയായിരുന്നു. സ്കൂളിൽ തന്നെ വലിയ വേർതിരിവുകളും വിവേചനങ്ങളുമാണ് അവർ അനുഭവിച്ചിരുന്നത്. അവരെ പ്രത്യേക ക്ലാസ് മുറികൾ സജ്ജീകരിച്ച് മാറ്റി നിർത്തി. ക്ഷേത്രത്തിന് അടുത്തുകൂടെ പോവാൻ പാടില്ലാത്തതിനാൽ അല്പം കഠിനമേറിയതായിരുന്നെങ്കിലും കോട്ടപ്പുറത്തെ പുഴ കടന്ന് താലൂക്ക് ആശുപത്രിക്ക് പിന്നിലൂടെ അന്ധകാരത്തോട് കടന്ന് അവർ സ്കൂളിൽ പോയി. ഇതിനിടയിലാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് കൃഷ്ണൻ അടക്കമുള്ള 4 സംഘം അറിയുന്നത്. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരവാതിലൂടെയാണ് അവർ ക്ഷേത്രത്തിനകത്ത് കടന്നു. ഇവരെ കണ്ടയുടൻ അയിത്തം ഭയന്ന് ഉയർന്ന ജാതിക്കാർ ഓടിമാറി. അന്നോളം ക്ഷേത്രത്തിനടുത്തുള്ള വഴിയിലൂടെ പോലും നടക്കാൻ അനുവാദമില്ലാതിരുന്നവർ ക്ഷേത്രത്തിനകത്ത് കടന്നത് അവർക്ക് സഹിക്കാനായില്ല. എന്നാൽ ക്ഷേത്രത്തിന് വരവായിരുന്നതിനാൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും പറവയ്ക്കാൻ ദളിതർക്ക് പറ്റുമായിരുന്നു. ഏരൂർ പിഷാരിക്കോവിലിന് കിഴക്കു ഭാഗത്തായിരുന്നു പറവയ്ക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചിരുന്നത്. എന്നാൽ അവർ പറ എഴുന്നള്ളിപ്പ് കാണാൻ നിൽക്കാൻ പാടില്ലായിരുന്നു. എഴുന്നള്ളിപ്പ് വരുമ്പോൾ അവർ നോക്കത്ത ദൂരത്തേക്ക് ഓടിമറയണം. ഈ ഒരു സാമൂഹിക ചുറ്റുപാടിനിടയിലായിരുന്നു കൃഷ്ണൻ്റെയും കൂട്ടരുടെയും ഐതിഹാസികമായ ക്ഷേത്രപ്രവേശനം എന്നത് ആ പോരാട്ടത്തെ കൂടുതൽ മഹത്തരമാക്കുന്നു. കല്ലുവെച്ച് കാട് നടന്ന കർഷക തൊഴിലാളി സമരത്തിലും അദ്ദേഹം നേതൃപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. കോട്ടപ്പുറത്തെ കർഷക തൊഴിലാളികളായ കുമാരൻ്റെയും മാധവിയുടെയും മക്കളിൽ മൂത്ത മകനായാണ് ജനനം. CPMൻ്റെ സജീവ പ്രവർത്തനമായി മാറിയ കൃഷ്ണൻ കർഷക തൊഴിലാളി യൂണിയൻ തൃപ്പൂണിത്തറ വില്ലേജ് സെക്രട്ടറി, CPM കോട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.